പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൂന്നാറിൽ വീണ്ടും മണ്ണിടിച്ചിൽ എന്നൊരു വാർത്ത വരുന്നു. ദേശീയപാതയിലേക്ക് മണ്ണും കല്ലും പതിച്ചു. മൂന്നാർ ഹെഡ് വർക്ക് ഡാമിന്റെ സമീപമാണ് മണ്ണിടിച്ചത്. മണ്ണിടിയുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളും ഇപ്പോഴത്തെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരുന്ന സ്ഥലത്താണോ മണ്ണിടിഞ്ഞു വീണത്? എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. പലതവണ നമ്മൾ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഈ പ്രദേശത്തും ഇന്ന് പുലർച്ചെ മണ്ണിടിഞ്ഞ അതേ പ്രദേശത്തും നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ദേശീയപാതയിൽ മൂന്നാർ ടൗണിൽ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഹെഡ് വർക്ക്സ് ഡാം ഉള്ളത്. അതിന് സമീപത്തായിട്ടാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. പാറക്കഷ്ണവും മണ്ണും ഉൾപ്പെടെ റോഡിലേക്ക് പതിക്കുകയായിരുന്നു. കൃത്യസമയത്ത് മണ്ണിടിയുന്ന സമയത്ത് അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകാത്തതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ വഴി എത്തിയ KSRTC ജീവനക്കാരാണ് ഈ സംഭവം പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ചത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി ഈ കരാർ കമ്പനിയെ വിവരം അറിയിച്ചു. ദേശീയപാത അതോറിറ്റി എത്തി ഈ മണ്ണും കല്ലും ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മണ്ണിടിച്ചിൽ സാധ്യത അതേ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. രാവിലെ നേരിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് പ്രശ്നങ്ങളില്ല എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മഴ കനക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇതേ പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. 2 ആഴ്ച മുമ്പ് ഈ മണ്ണിടിഞ്ഞതിന് 1 കിലോമീറ്റർ അപ്പുറത്ത് മൂന്നാർ ടൗണിനോട് ചേർന്ന് മണ്ണിടിയുകയും ചെയ്തിരുന്നു. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് പറയുന്നത്. ഈ മണ്ണിടിയുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് അവിടെ ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും ജില്ലയിലും കാലവർഷം കനക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ മുതൽ ശക്തമായിട്ടുള്ള മഴയാണ് ഇടവിട്ട് ജില്ലയിൽ തുടരുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിലും ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുന്നുണ്ട്. അതുകൂടാതെ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. തോട്ടം മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഈ തോട്ടം മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാറ്റ് വീശുമ്പോൾ അത് നിലമുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത വേണം ഈ തോട്ടം മേഖലയിലും എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഈ നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ആളുകളും ഒരു ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അരുൺ, ഓക്കെ. അപ്പോൾ ഇതാണ് നേരത്തെയുള്ള ആ ഭാഗവും ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണ ഭാഗവുമാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും ഹെഡ് ഡാമിൻ്റെ ഭാഗത്താണ് മണ്ണിടിഞ്ഞ് വീണത്. ഭാഗികമായി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് രാഹുൽ സുരേഷ് മൂന്നാറിൽ നിന്ന് നൽകുന്നത്. ശക്തമായ മഴയാണ് കേട്ടോ.